ഹായ് നമസ്കാരം. 1000 രൂപ മുതൽ 20,000 രൂപ വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCയിൽ നിന്നും എങ്ങനെ ലോൺ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നിരവധി ലോൺ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ കുറേ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. പല കമ്പനികൾ പല ഇൻസ്റ്റൻ്റ് ആപ്പുകളും ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം RBI അപ്രൂവ്ഡ് ആണ്. RBIയുടെ സൈറ്റിൽ കയറിയിട്ട് ഇവയുടെ കമ്പനി പേര് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, RBI അപ്രൂവ്ഡ് അല്ലാത്ത ഒരു ആപ്ലിക്കേഷൻസും ഷെയർ ചെയ്യാറില്ല എന്ന് ആദ്യം തന്നെ എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. സോ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെക്കുറിച്ചും ഞാൻ അനുബന്ധ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചും ഒപ്പം തന്നെ ഞാൻ എന്നുമായിട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം സൗജന്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ കണ്ടതിന് ശേഷം മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ അനുഭവം എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഈ വീഡിയോയിലും ഞാനത് പറയും. ഏകദേശം ഇൻസ്റ്റൻറ്റ് ലോൺ 2 ലക്ഷം രൂപയ്ക്ക് 3,20,000 രൂപ തിരിച്ചടച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാനൊരിക്കലും ആ കമ്പനിയെ മോശമല്ല പറയുന്നത്, അത്രയും പലിശയാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻസിന് എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുക. പലിശക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, വട്ടപ്പലിശക്കാർ 5%, 10%, ഇതിനേക്കാളും പലിശയാണ് പല ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനും. അപ്പോൾ ഇതിനൊക്കെ RBI അപ്രൂവ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്രൂവൽ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്ന് പറയുന്നത് PayRupik ആണ്. ഇത് പ്ലേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, അതായത് ആപ്പ് സ്റ്റോറിൽ ഇല്ല. അതുകൊണ്ട് iOS ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടില്ല. അവർ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചാൽ മാത്രമേ ലോൺ എടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാക്സിമം അവർ ഓഫർ ചെയ്യുന്നത് 20,000 ആണ്. വിത്തിൻ ഫ്യൂ മിനിറ്റ്സിനോട് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. നീഡ് എ മണി, PayRupik ഈസ് റെഡി. നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടിയിട്ട് അവർ റെഡിയാണ്. സോ താഴോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, മിനിമം പ്രോസസ്സിംഗ് ടൈം, ഓപ്ഷൻ ഫോർ ക്വിക്ക് റീപേയ്മെൻറ്റ്, ഇതൊക്കെ കറക്റ്റാണ്. ഈ ഫസ്റ്റ് പറഞ്ഞതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. മിനിമൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരിക്കലും ഇല്ല, കത്തി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് മാറ്റി കൊടുക്കാമായിരുന്നു. അതുപോലെ കംപ്ലീറ്റ്ലി പേപ്പർലെസ് കറക്റ്റാണ്. സേഫ് ആൻഡ് സെക്യൂർ, ട്രാൻസ്പെറൻറ്റ്, അതൊക്കെ കറക്റ്റാണ്. ഫ്രീ ഓഫ് കൊളാട്രൽ, അതും കറക്റ്റാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ പൈസയൊക്കെ തരും. കൃത്യമായിട്ട് തിരിച്ചടക്കുന്ന പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്. പിന്നെ വലിയ ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ല, എല്ലാം പറഞ്ഞ് കറക്റ്റാണ്. പക്ഷേ ഈ ഒരു കാര്യം ഇൻട്രസ്റ്റ് അത് കത്തിയാണ്. അത് പറ്റുന്ന ആൾക്കാർ മാത്രം എടുത്താൽ മതി. ഓക്കെ, വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ 10 lakh പ്ലസ് ലോൺ അപ്രൂവ്ഡ്, 2 lakh പ്ലസ് ആക്റ്റീവ് യൂസേഴ്സ്, 300 crores ടോട്ടൽ ക്രെഡിറ്റ് ഗിവൺ, എബൌട്ട് PayRupik, എന്നിട്ട് അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ NBFCയുടെ പേര് സയ്യം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്ക് ആദ്യം തന്നെ ഇത് ഒരു NBFC ആണോ RBI അപ്രൂവ്ഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ RBIയുടെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് RBIയുടെ ലിസ്റ്റ് എങ്ങനെ എടുക്കാം, എങ്ങനെ അത് കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം ഇല്ലാത്ത ആൾക്കാർ. സോ ഇവിടെ സയ്യം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കാണാൻ പറ്റും. RBIയുടെ ലിസ്റ്റിൽ ഏകദേശം ഒരുപാട് കമ്പനീസ് അതിനകത്തുണ്ട്, NBFC ഉണ്ട്. അതിൽ പേജ് നമ്പർ 137 3661 റോയിലുള്ള ഗുവാഹട്ടി ബേസ് ചെയ്തിട്ടുള്ള, അസം ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ സയ്യം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണ്. അവരുടെയാണ് ഈ വെബ്സൈറ്റ്. ദെൻ വീണ്ടും നമ്മൾ താഴോട്ട് വന്ന അവരുടെ കസ്റ്റമർ സർവീസ് നമ്പർ, ഇമെയിൽ നമ്പർ, കംപ്ലൈൻറ്റ് നമ്പർ, റീപേയ്മെൻറ്റ് സർവീസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയുന്നു, ഈ ലോണ് ഇതത് കമ്പനികളുടെ വെബ്സൈറ്റിൽ അവരുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അവരുടെ കംപ്ലൈൻറ്റ് നമ്പർ ഉണ്ട്, അവരുടെ ലോണിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള നമ്പർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ താഴെ ഫോർ വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ആ നമ്പർ എടുത്തിട്ട് ലോണിന് വേണ്ടിയിട്ട് ആരും വിളിക്കരുത്. കാരണം വെച്ചാൽ അത് ലോണിന് കൊടുത്ത നമ്പറല്ല, അത് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫോർ ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അല്ലാതെ ലോണിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ കമ്പനിയുടെ ഡയറക്റ്റ് നമ്പർ ഇവിടെ, അവരെന്നെ ഡയറക്റ്റ് വിളിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഡൗട്ടൊന്നും നോക്കാനില്ല, കാരണം അവർ ആപ്ലിക്കേഷനിൽ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇനി നമ്മൾ നേരെ അവരെ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇൻസ്റ്റാൾ പോലും ചെയ്യേണ്ട, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാകും. എബൌട്ട് അസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PayRupik ഈസ് ആൻ ഓൺലൈൻ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ പ്ലാറ്റ്ഫോം ട്രസ്റ്റഡ് ബൈ 5 million യൂസേഴ്സ്. ഇപ്പോൾ അത് 5 million ഉണ്ടോ നമുക്ക് നോക്കാം. 5 million അല്ല, ഇപ്പോൾ 1 million ഡൗൺലോഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? 1 million ഡൗൺലോഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം ആൾക്കാർ യൂസേഴ്സ് ഉണ്ട്.
ദെൻ പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ്സ് ഇൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20,000 റുപ്പീസാണ് കൊടുക്കുന്നത്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു NBFC ആണ്. പ്രൊഡക്ഷൻ ലോൺ എമൗണ്ട് 1000 to 10,000 രൂപ വരെ. മിനിമം ലോൺ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു 90 ഡേയ്സ്, ഒരു 3 മാസത്തേക്ക്. മാക്സിമം 365 ദിവസം വരെ കിട്ടും, 1 വർഷം വരെ കിട്ടും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പെർ ആനം 35%, ഇൻട്രസ്റ്റ് പെർ ആനം 35%. പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട് 80 to 2,000 രൂപ വരെ ഉണ്ട്. GST 18% ഉണ്ട്. അപ്പോൾ മറ്റുള്ള ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 6,000 രൂപ ലോൺ എടുത്താൽ 25%, 120 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 6,000 ഇൻറ്റു 25% ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു 120 ഈസ് ഈക്വൽ ടു 493 ഇൻട്രസ്റ്റ്. 493 രൂപ ഇൻട്രസ്റ്റായി. ഏത് 6,000 രൂപയ്ക്ക് 120 ദിവസത്തേക്ക്. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് 100 രൂപ. GST 100 ഇൻറ്റു 18% ഈസ് ഈക്വൽ ടു 18 രൂപ. ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് 120 ദിവസത്തേക്ക് 6,000 രൂപ പ്ലസ് 491 പ്ലസ് 100 രൂപ പ്ലസ് 18 രൂപ. ടോട്ടൽ 6,661 രൂപ. 6,611 രൂപ അടക്കണം. 6,000 രൂപയ്ക്ക് 6,611 രൂപ. 611 രൂപ നിങ്ങൾ അധികമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അതാണ് അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി എന്തൊക്കെ വേണം? ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, ക്രിയേറ്റ് അക്കൗണ്ട്, KYC ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുക. പാൻ കാർഡ്, അഡ്രസ് പ്രൂഫും ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. 18 വയസ്സ് മേളിലായിരിക്കണം. മന്ത്ലി ഒരു ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കണം. അത്രമാത്രമേ അവർ പ്രത്യേകം പറയുന്നുള്ളൂ. ഒരു വർഷം 3 ലക്ഷത്തിന് മേളിൽ റവന്യൂ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. കമ്പനി ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരിട്ട് വിളിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ കാര്യവും നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ വഴി തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നുകൂടി ഞാൻ പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പലിശയാണ്. പറ്റുവാണെങ്കിൽ മാത്രം എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഡിഫോൾട്ട് വരുത്തിയിട്ട് അയ്യോ എനിക്ക് പറ്റിയില്ല, എന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ RBI അപ്രൂവൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് എടുക്കുക. ഒരുപാട് സാധനങ്ങളുണ്ട്. കണ്ട അതും ഇതും എല്ലാം പിടിച്ച് ഞെക്കി അതിനകത്ത് നല്ല ലോൺ എടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ദയവായി നിൽക്കരുത്. RBI അപ്രൂവ്ഡ് ആണോ, കമ്പനിയാണോ, കോൺടാക്ട് നമ്പർ ഉണ്ടോ, വിളിച്ചാൽ കിട്ടുന്നുണ്ടോ, അഡ്രസ്സ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കുക. അതുപോലെ തന്നെ ആപ്പിൽ അനധികൃത ആക്സസുകൾ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇത് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ആക്സസ് കൊടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയെല്ലാം ശ്രദ്ധിച്ച് എല്ലാവരും ലോൺ എടുത്ത് ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക, കൃത്യമായിട്ട് തിരിച്ചെടുക്കുക. ലോൺ കമ്പനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റും എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ്, കോളേജ്, റിലേറ്റീവ്സ് എല്ലാ ആൾക്കാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി സഹായിക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് റോഹ്നി സൈനിങ് ഓഫ്. ബൈ.